ഹലോ, അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ വ്ളോഗാണേ. എക്സ്പെരിമെൻ്റൽ വ്ളോഗായിട്ട് വേണമെങ്കിൽ കാണാം. കാരണം ഞാൻ ഇതുവരെയും എൻ്റെ ലൈഫിൽ അങ്ങനെ വ്ളോഗൊന്നും പ്രോപ്പറായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പല വീഡിയോസും എടുക്കാൻ വിട്ടുപോയിട്ടുമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഗുരുവായൂർ പോയതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളവിടെ ഏതാണ്ട് 12 മണിയായപ്പോഴത്തേനും എത്തിയതാണേ. വീരമണി എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെന്റിലാണ് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 3 മണിയോടെ നമ്മൾ റൂമിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഫ്രഷ് ആയിട്ട്. അമ്പലത്തിന്റെ പടിഞ്ഞാറ് നടയിലാണ് നമ്മുടെ ഈ അപ്പാർട്ട്മെന്റ് വരുന്നത്. പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഗുരുവായൂർ കേശവന്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നേ. അതെല്ലാം കണ്ട് കുറച്ച് മുല്ലപ്പൂ ഒക്കെ മേടിച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്കാണ് പോയത്. എന്റെ ഓർമ്മയിൽ ഇത് 3ാമത്തെ തവണയാണ് ഞാൻ ഗുരുവായൂരിലേക്ക് വരുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ നല്ല മഴയായിരുന്നേ. അതുകൊണ്ട് തന്നെ എന്താ എവിടെയാന്നൊന്നും കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ക്ലോക്ക് റൂമിൽ ഫോൺ വെച്ച് ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങി വീണ്ടും ഫോൺ എടുത്തപ്പോഴാണ് ബാക്കിയുള്ള വീഡിയോസ് ഞാൻ എടുക്കുന്നത്. രാത്രി മുതലേ വേറൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ പോയി നമ്മുടെ മാൻഡേറ്ററി ആയിട്ടുള്ള മസാല ദോശയാണ് കഴിച്ചത്. എല്ലാവരും പറഞ്ഞു കേട്ട ആ കോൾഡ് ചോക്ലേറ്റും ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് നേരെ വീണ്ടും നമ്മൾ റൂമിലേക്കാണ് പോയത്. ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സാക്കി നമ്മൾ നേരെ പോകുന്നത് പ്രിയങ്ക ഫാൻസിയിലേക്കാണ്. ഒരുപാട് വീഡിയോസിൽ ഞാൻ ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ടായിരുന്നേ. ആദ്യമായിട്ടാണ് ഞാൻ അവിടേക്ക് പോയത്. 10 രൂപ മുതൽ നമുക്ക് അവിടെ നിന്ന് സാധനങ്ങൾ മേടിക്കാനായിട്ട് പറ്റും. ഈ കാണുന്ന വളകളൊക്കെ 10 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കുപ്പിവളകളുടെ. ഞാനും കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തിട്ടും ഉണ്ടായിരുന്നേ. അപ്പൊ ഇന്നത്തേത് ഒരു 1.5 മിനിറ്റുള്ള കുഞ്ഞു വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്സും ഉണ്ടാവാം. അപ്പൊ ഇനിയും നമുക്ക് വീഡിയോസ് ആയിട്ട് കാണാം. ബൈ ബൈ.